ഹായ് ഗായ്സ്, നിങ്ങൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ഇന്ന് നിലവിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതും ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുമാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? ക്വാണ്ടം മെക്കാനിക്സിലെ നമ്മൾക്ക് അറിയാത്ത രീതിയിലുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. സബ് പാർട്ടിക്കിൾ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളുടെയും ഇലക്ട്രോണുകളുടെയും സ്വഭാവങ്ങൾ നമ്മൾ കാണുന്ന ഫിസിക്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്ത രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ താരതമ്യേന ഈ സ്വഭാവങ്ങൾ നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യൂബിറ്റ്, അല്ലേ? നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ളത് ബിറ്റ്സ് ആയിരിക്കും. ക്യൂബിറ്റ് എന്ന് പറയുന്ന സമയത്ത് ബിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 1, 0 ഈ ഏതെങ്കിലും ബിറ്റിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുക. പക്ഷേ ക്യൂബിറ്റ് എന്ന് പറയുമ്പം 1, 0 അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് 1ഉം 0ത്തിലും ഇരിക്കുന്ന ഒരേ അവസ്ഥയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യൂബിറ്റ് എന്ന് പറയുക. അതേപോലെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നതും, അല്ലേ, 2 അവസ്ഥകളിൽ ഒരുപോലെ ഇരിക്കുക. ഇപ്പം നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒന്നെങ്കിൽ ഏത് ഹെഡ് ആയിരിക്കാം അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കാം, അല്ലേ? പക്ഷെ രണ്ടും ഉള്ള ഒരവസ്ഥയിൽ നമുക്ക് പറയുന്ന അവസ്ഥ, അല്ലേ, അതിനെ നമുക്കൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. അത് രണ്ടുമില്ല ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. അതേപോലെ എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായിട്ടും കോംപ്ലക്സ് ആയിട്ടുള്ള നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് എൻറ്റാങ്കിൾമെൻറ്റ്. ഒരുപാട് ദൂരെ ഇരിക്കുന്ന, അല്ലേ, ഒരുപാട് ദൂരെ ഇരിക്കുന്ന 2 വസ്തുക്കൾ തമ്മിൽ കണക്ഷൻ വരുത്തുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ സബറ്റോമിക് പാർട്ടിക്കിൾ തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയൊക്കെ ഒരു കമ്പ്യൂട്ടർ തരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം മാറിപ്പോകും. ആ മാറ്റങ്ങൾ നമ്മൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ എത്രത്തോളമാണ് മാറ്റിമറിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉറപ്പായും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഏതെല്ലാം മേഖലകളിലായിരിക്കും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതിലായിരിക്കും, അല്ലേ? അപ്പോൾ എല്ലാ മേഖലകളിലും ഈ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊണ്ടുവരും, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇതിൽ മുന്നിൽ നിൽക്കുക ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി പോലെയുള്ള വാസ്റ്റ് വൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മേഖലകളിൽ തന്നെയായിരിക്കും. ഇതിൽ നമ്മൾ സ്പെസിഫിക് ചെയ്ത് പറയുകയാണെങ്കിൽ ക്വാണ്ടം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ക്വാണ്ടം ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, അതേപോലെ പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി, അതേപോലെ ക്വാണ്ടത്തിൽ റിസർച്ച് ചെയ്യുക, ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജോലി സാധ്യതകൾ തരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാലറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ 10 മടങ്ങായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് അതർ ദാൻ നീറ്റ് ഏത് ഫീൽഡിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ നമ്മുടെ മുമ്പിൽ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഉറപ്പായും ഫിസിക്സിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എഞ്ചിനീയറിങ്ങിനെയാണ്, മാത്സിനെയാണ്, കമ്പ്യൂട്ടറിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം മെക്കാനിക്സും ഒക്കെ ഉൾപ്പെടുത്താൻ മറക്കാതിരിക്കുക. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും വീഡിയോസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കാര്യവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ. സൈനിങ് ഓഫ് ബൈ JF.